ഹായ് നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ ഫോളോ ചെയ്ത് കാണണേ. ഭയങ്കര ചവറ്. കാറ്റ് കാരണം ആഞ്ഞിലിൻ്റെ മണ്ടേന്ന് വീണ ചവറ്. ഇത് അടുത്ത് കാറ്റ് ഇളകുന്നതിന് മുമ്പ് ഒന്ന് കത്തിക്കാമെന്ന് വിചാരിച്ച് കത്തിക്കുന്നതാണ്. കുറച്ച് കത്തിച്ച് ഞാൻ കുറേ കത്തിച്ച് തന്നെ അത് അങ്ങോട്ട് കുറേ കത്തിച്ചുണ്ട്. അങ്ങ് വരെ കത്തിച്ച്. ഇവിടെയൊക്കെ ഞാൻ കത്തിച്ചായിരുന്നു. അങ്ങനെ കത്തിച്ചാണ് ഇവിടെ എത്തിയത്. ഒന്ന് കത്തിച്ച് കളയാമെന്ന് വിചാരിച്ച്. ഇപ്പോഴ് തൂത്തുകൊണ്ട് പോകണമെങ്കിൽ കുറേ തൂത്തുകൊണ്ട് പോകാൻ കിടക്കുന്നു. അപ്പോൾ അവിടെ ഉള്ളതൊന്ന് കത്തിക്കാന്ന്. അടുത്ത് കാറ്റ് വന്നാൽ അത് നടക്കൂല. വിളയിലും അതുപോലെ തന്നെ കുറേ ചവർ ഇങ്ങനെ ഇതുപോലെ ഇപ്പോൾ റബ്ബറിൻ്റെയും എല്ലാം പൊഴിഞ്ഞ് കിടക്കുകയാണ്. അത് ഇതുപോലെ ഇട്ട് കത്തിക്കാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. കുറച്ചിട്ട് കത്തിച്ച് കളയാം. എന്നിട്ട് ഈ ചാരം എല്ലാം വാരിക്കൊണ്ടുവന്ന് കമുവിൻ്റെ തെങ്ങിനുമൊക്കെ ഒന്ന് ഇടാന്ന്. ഇന്നില്ലെങ്കിൽ അടുത്ത വർഷമെങ്കിലും അതിൻ്റെ ഫലം കാണും. ചാരം ഇട്ട് കൊടുക്കുന്നതേ കമുവിനും തെങ്ങിനും ഒക്കെ. ചുമരിൽ പുക ഉണ്ടാവുകയുള്ളൂ. ചുമരിൽ പുക കയറാൻ നിൽക്കും. പേടിയുണ്ട്. കാറ്റല്ലേ. ഇല്ലെന്നുണ്ടെങ്കിൽ ഇത് തൂത്ത് തൊടിയിലേക്ക് ഇടുകയാണെങ്കിൽ അവിടെ കിടന്ന് പിന്നെയും കൂടും. അതിനേക്കാളും അപ്പോഴപ്പോഴുള്ളതും അപ്പോഴപ്പോഴേ തന്നെ അങ്ങ് ഒതുക്കുന്നതാണ് നല്ലത് എന്ന് വിചാരിച്ചു. പിന്നെ ചാരം വാരി മതിയല്ല. ചാരം വാരി കൊണ്ടുവന്ന് തെങ്ങിനും കമ്മുവിനൊക്കെ ഇട്ടാൽ മതിയല്ല. ഇളയുടെ എല്ലാ കരിയിലെ ഇതുപോലെ തൂത്തുകൂട്ടി ചുട്ട് ചാരം ആകുമ്പോഴത്തേക്ക് തെങ്ങിനും കമ്മുവിനൊക്കെ അങ്ങ് ഇടാമെന്ന് വിചാരിച്ച്. അവർക്ക് വളവുമായി. കത്തടേ. പുക അടിച്ചപ്പോൾ തന്നെ ഞാൻ തുമ്മണ്. ഊതിക്കഴിഞ്ഞാൽ അവിടെ നെഴിക്കണം, അല്ലെങ്കിൽ പറ്റത്തില്ല. നല്ല പുക രാവിലെ ചുമരിലത്തേക്ക് പുകയാവുകയുള്ളൂ. ഇതും കാലാവസ്ഥ പ്രശ്നങ്ങൾ തന്നെ. നിങ്ങളെവിടെയൊക്കെ ഇതുപോലെയാണോ? നല്ല കാറ്റിൽ ചവറൊക്കെ ഇതുപോലെ കൂടി കിടക്കുന്നുണ്ടോ? ചുടുക എന്നാ ചെയ്യണത്? ബാക്കി ഈ ഭാഗത്തിട്ടൊന്ന് ചുടാന്ന് വിചാരിച്ചു. നിൽക്കാൻ വയ്യ, ഭയങ്കര പുക. അങ്ങനെ ചെയ്തില്ലെങ്കിലേ മുറ്റത്ത് കിടന്ന് കൂടും ചവറ്. എല്ലാവരും രാവിലെ കാപ്പി കുടിച്ചോ? ഞാൻ കാപ്പിയൊന്നും കുടിച്ചില്ല, ചായ കുടിച്ചായിരുന്നു. കാപ്പി കുടിക്കാൻ സമയമായോ? രാവിലെ ഈ ജോലിയൊന്ന് ചെയ്യാമെന്ന് വിചാരിച്ചു. ഭയങ്കരമായ ചവറ് മുറ്റത്ത്. ഇന്ന് തൂത്ത് വൃത്തിയാക്കിയാലും 2 ദിവസം
ഞാൻ ഈ കൊച്ചു പിള്ളേരെ പോലെയല്ല, നമ്മളൊക്കെ പ്രായങ്ങൾ ചെയ്യുന്നേലേ 2 ദിവസത്തിലൊരിക്കലാണ് ഞാൻ തൂക്കുന്നത്. ഇന്ന് തൂത്തിട്ട് പിന്നെ നീ നാളെ തൂക്കത്തില്ല, മറ്റന്നാൾ. അപ്പം അങ്ങനെയാകുമ്പോൾ ചവറ് കൂടും. കാരണം രാവിലെ എണീറ്റ് എനിക്ക് 4 മണിയാകുമ്പോൾ എണീറ്റ് ജോലികളൊക്കെ ചെയ്ത് ഒതുക്കുന്നതുകൊണ്ട് അടുക്കളയിലെ ജോലി കഴിയും. പിന്നെ ഇങ്ങനെയൊക്കെ ഉള്ളത്. പിന്നെ അതിനിടയിൽ എനിക്ക് തൂക്കാനും പറക്കാനും നമ്മുടെ സമയം. പിന്നെ വിളയിൽ വാഴയ്ക്ക് വെള്ളം കോരി വിത്താൻ പോകണം. അത് ഇനിയാണ്. മീനിന് ഫുഡിടണം, കുളത്തിൽ പിന്നെ വീട്ടിനിടയിൽ ഇച്ചിരി കളർ മത്സ്യം വളർത്തി, അതും ഇല്ലാതായി. കുഴയൊക്കെ ചത്ത്. ഇനിയിപ്പോൾ അതിന് അങ്ങനെ ഇനി കുറച്ചേ ഉള്ളൂ. അതിന് നോക്കണ പരിപാടിയൊന്നുമില്ല, വേറെ ഒന്നും വാങ്ങുന്നില്ല ഇനി. നല്ല തീയായല്ലേ? അതൊന്നും ഇതിലോട്ട് ഇനി കുറേശ്ശെ ചുടാം. ശരിക്ക് തീയായല്ലേ? ഇതൊക്കെ ഇവിടെ മഞ്ഞ നട്ടതായിരുന്നു. മഞ്ഞ കുറേയൊക്കെ വെട്ടിക്കൊടുത്ത് എങ്ങനെയും നശിപ്പിക്കാൻ നോക്കി. എന്നാലും കുറച്ചൊക്കെ ഇപ്പോൾ ഉണ്ട്. ശരിക്ക് തീയായി. തീ ഇട്ടപ്പോഴത്തേക്ക് നല്ല തണുപ്പുള്ള കാലാവസ്ഥയാണ്. പക്ഷെ ഇതുപോലെ തീയിട്ട് കഴിഞ്ഞാൽ പിന്നെ നിൽക്കാൻ പറ്റൂല. ഭയങ്കര ചൂട്. തണുപ്പ് കാലാവസ്ഥയാണ്, പക്ഷെ ഭയങ്കര ചൂട്. തീയിട്ട് കഴിഞ്ഞാൽ ഭയങ്കര ചൂടാണ്. തീയിട്ട പിന്നെ ഭയങ്കര ചൂട്. തണുപ്പാണേ, തണുപ്പുള്ള സമയമാണ്. വല്ല തീ ഇട്ട് കഴിഞ്ഞപ്പോൾ എന്തോ ഒരു ചൂട്. കുറച്ചൊന്ന് ചുട്ട് കളയാം. ഈ ചുമരിൻ്റെ അടുത്ത് നിന്ന് ഇങ്ങോട്ട് നീക്കാന്ന്, സൺസൈഡ് മുഴുവനും പുകയായി. അങ്ങനെ ഇനി ചുമരിൻ്റെ അടുത്തോട്ട് നീക്കാമെന്ന് വിചാരിച്ചത്. അവിടെ നിന്ന് ചവറേ തീങ്ങ് മുകളിലോട്ട് കത്തി വായേ, ഇല്ലെന്നുണ്ടെങ്കിൽ എനിക്ക് പണിയാവും. സുഖമാണ്. ഇത് കാട്ടിനിടയിൽ ഇരിക്കുന്നതല്ല കേട്ടാ, എൻ്റെ വീട്ടിൻ്റെ സൈഡിലാണ്ട നിൽക്കുന്ന മരങ്ങളിൽ നിന്നും വീഴുന്ന ചവറാണ്. ഓരോ ദിവസമായിട്ട് കൂടിക്കൊണ്ടിരിക്കുന്നു. അപ്പം പിന്നെ ഇവിടെ പിന്നെ മഞ്ഞ നട്ടിരുന്നത് കൊണ്ട് മഞ്ഞ തന്നെ, കൂടുതൽ മഞ്ഞ തന്നെ. കണ്ടതെല്ലാം ഉണങ്ങി വെറിയല്ലേ, മഞ്ഞ തന്നെ. കണ്ട മഞ്ഞ നട്ടേക്കുന്നതുകൊണ്ട് മഞ്ഞ ശരിക്കും ഉണ്ടായിരുന്നു. അങ്ങനെ നട്ടത് കൊണ്ട് പിന്നെ ചവറ് വീഴുന്നതിനെ തന്നെ ഇതുപോലെ കുറച്ചങ്ങ് ചുട്ടിട്ട് അതിൻ്റെ മുട്ടിൽ തന്നെ അങ്ങ് വെള്ളമായിട്ട് എവിടെയെങ്കിലുമൊക്കെ അങ്ങ്. പിന്നെ ഇവിടെയാണ് ഫാഷൻ ഫ്രൂട്ട് നിന്നത്. അതിനൊക്കെ വല കെട്ടിയിട്ടിട്ടുണ്ട്. അതൊക്കെ എൻ്റെ നേരത്തെയുള്ള വീഡിയോകളിലുണ്ട്. ഇപ്പോൾ ഫാഷൻ ഫ്രൂട്ട് ഇല്ലാതായതിന് ശേഷം പിന്നെ വെട്ടിക്കളഞ്ഞു. അല്ലെങ്കിൽ ഇവിടെ നിറഞ്ഞു നിന്നേണ്. അതൊക്കെ എൻ്റെ ആദ്യത്തെ വീഡിയോയിലുണ്ട്, ആദ്യം ഇടുന്നത് കഥയിലുണ്ട്. പാഷൻ ഫ്രൂട്ട് ശരിക്കും ഉണ്ട്, പറിച്ച് കഴിക്കുന്നതായിട്ടൊക്കെ. സുഖമാണ് എല്ലാവർക്കും. രാവിലെ എന്തോന്ന് ജോലിയല്ലേ ഇങ്ങനത്തെയൊക്കെ. ഒക്കെ രസമല്ലേ. 4 മണിക്ക് എണീക്കുന്നത് കൊണ്ട് അടുക്കള ജോലി രാവിലെ അങ്ങ് കഴിയും. പിന്നെ ഇത് തന്നെ ഇങ്ങനെയൊക്കെ ഉള്ള ജോലികൾ. ഇനിയാണ് ഞാൻ വെള്ളം കോരാൻ പോകാൻ വാഴയ്ക്ക്. ഇതിപ്പോൾ രാവിലെ ചെയ്തില്ലെങ്കിലേ പിന്നെ നടക്കത്തില്ല. പിന്നെ കാറ്റ് തുടങ്ങുമല്ല, എന്തായാലും വെയിലും മൂത്തൊക്കെ ഭയങ്കരമായിട്ട്
തീ കത്തും. വെയിൽ മൂത്ത് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് തീ കത്തും. അതുകൊണ്ടാണ് ഇതിനെ രാവിലെ അങ്ങ് തീർക്കാമെന്ന് വിചാരിച്ചത്. സുഖമാണ് എല്ലാവർക്കും, എൻ്റെ പ്രിയ കൂട്ടുകാർക്ക് എല്ലാവർക്കും സുഖമാണ്. എല്ലാവർക്കും ഹായേ. ഓക്കെ, ഇതിനൊന്ന് ചുട്ട് കരിച്ച് കളഞ്ഞില്ലെങ്കിലേ പിന്നെ അത് കിടന്ന്, അതുമല്ല നമ്മൾ തൊടിയിലൊക്കെ എങ്ങനെ തൂത്തുകൂട്ടി അങ്ങോട്ട് ഇടുമ്പോഴത്തേക്ക് അത് അവിടെ കിടന്ന് നിറയെ ചെയ്യുന്നത്. കുറച്ച് ഭാഗം നമ്മളിങ്ങനെ തൂത്തിറക്കുകയല്ലേ മുറ്റത്തുനിന്ന്, തുടച്ച് അവർ കൂടി കിടക്കുകയല്ലേ ചെയ്യുന്നത്. അതല്ല എനിക്ക് ഇതുപോലെ ഈ ഇപ്പം മഴ ആയിക്കഴിഞ്ഞാൽ അതൊന്നും ചെയ്യാൻ കഴിയില്ല. മഴയല്ലേ, പിന്നെ നമുക്കൊരു മാതിരിയാണ്. ഇപ്പം തന്നെ അതെല്ലാം ചുട്ട് ക്ലിയർ ചെയ്യണം. മഴ വരണതിന് മുമ്പെല്ലാം ചാമ്പലും, അതായത് ചാരം മുഴുവനും തെങ്ങിനും കമുവിനും ഒക്കെ ഒന്ന് ഇടാനായിട്ടേ മൊത്തം ചുട്ട് കരിച്ചിടണം. അപ്പം വിളയും ഒന്ന് വൃത്തിയാവും. കാപ്പിയും കൊക്കോയൊക്കെ കുറേ മുറിച്ച് കളഞ്ഞതിന് ശേഷം അതിൻ്റെ ചവറ് കൂടെ കിടക്കുന്നത്. അതാണ് ഇന്നലെ ഞാൻ വിറവ് ഇറക്കി ഫോൺ വിളിച്ച് വിറവ് ഇറക്കുന്ന ഒരു ഇത് കാണിച്ചില്ലേ, അപ്പോൾ ചവറെന്നൊക്കെ പറഞ്ഞില്ലേ, അതിങ്ങനെ വെട്ടി മുറിച്ചിട്ടേക്കണേൻ്റെ ഇലയാണ്. അതെല്ലാം ചുട്ട് കളയണം. എൻ്റെ വിളയ്ക്കകം തന്നെ അത് ഒന്ന് ഇട്ടോട്ടെ. കുറേശ്ശെയല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. നിങ്ങൾക്ക് ഞാൻ വേറെ ഒരു സംഭവം കാണിച്ചു തരാമേ. ഈ കാട്ടിലുള്ള ഒരു സൈസ് കായാണ്, നമ്മൾ കഴിക്കുന്നതാണ്. ഇവിടേക്കുള്ള ആൾക്കാർക്ക് അറിയായിരിക്കും. അതൊന്ന് കാട്ടിത്തരാമേ. അത് വനത്തിലും ചില ആൾക്കാരുടെ വിളയിൽ ഇതുപോലെയൊക്കെ ശരിക്ക് കാടൊക്കെ പിടിച്ച് കിടക്കുന്ന സ്ഥലങ്ങൾ. ഇതുപോലെയെന്ന് പറഞ്ഞാൽ എൻ്റെ വിളയിൽ അങ്ങനെ ശരിക്കും കാടൊന്നുമില്ല. നമ്മൾ ആദായം വേറെ വയ്ക്കാൻ വേണ്ടി, വാഴ വയ്ക്കാൻ വേണ്ടിയിട്ട് വെട്ടിക്കളഞ്ഞ കാപ്പിയും കമുവിൻ്റെയും ഇലയാണ് അങ്ങനെ കിടക്കുന്നത്. പിന്നെ ഈ കണ്ടവൻ്റെ മരങ്ങളുടെ ചവറുകളൊക്കെ പിന്നെ അവിടെ പോകുമ്പോൾ വീഴേണ്ടടത്തില്ലേ അതൊക്കെ വീഴുകയും അങ്ങനെയൊക്കെ ഉള്ളതേ ഉള്ളൂ. അല്ലാതെ വലിയ നമ്മളെ വിളയിൽ അങ്ങനെ കാടുകളൊന്നും ഇല്ല. അതൊക്കെ കുറച്ചിട്ടുണ്ട്. ബാക്കിയൊക്കെ വേറെ കൃഷി ചെയ്ത് കയറ്റും. അങ്ങനെ ഈ ചവറുകളെല്ലാം കൂടെ ചുട്ട് കരിച്ച് ഇട്ട് കഴിഞ്ഞാൽ തെങ്ങിനും കമുവിനൊക്കെ വളമാകത്തുണ്ടല്ലോ. രാവിലെ തല പോലും കോതാതെയൊക്കെ ഇങ്ങനെ ഇരിക്കുന്നത്. രാവിലെ പിന്നെ ഭയങ്കരമായിട്ട് പിന്നെ ഒരുങ്ങിയല്ലേ ഇരുന്ന് കഴിക്കുന്നത്. ഇതൊന്ന് തീർത്ത് കളയാമെന്ന് വിചാരിച്ച്. സുഖമല്ലേ എല്ലാവർക്കും? എൻ്റെ കണ്ണാടി പോയതിന് ശേഷമേ എനിക്ക് ലൈവ് കിട്ടി കഴിഞ്ഞാലേ അതിൽ ആൾക്കാരുടെ എപ്പോഴും കാണുന്ന ആൾക്കാരുടെ പേര് നമുക്ക് ഒന്ന് നോക്കിയാൽ പെട്ടെന്ന് മനസ്സിലാവും. ബാക്കിയുള്ളവർ നമുക്കൊന്ന് വായിക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ട്. അതിപ്പോൾ ഉടനടി വന്ന് വാങ്ങും. അത് ഞാൻ അതിൻ്റെ കാലം അങ്ങനെയല്ല, ഫ്രെയിം അത് വാങ്ങാനാണെങ്കിൽ പോയി. പക്ഷെ ഡോക്ടറെ കാണിച്ചു പറഞ്ഞെന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. ഒന്നേന്ന് കണ്ണ് ടെസ്റ്റ് ചെയ്ത് കാലാവധി കഴിഞ്ഞല്ല, ടെസ്റ്റ് ചെയ്തിട്ട് പുതിയ കണ്ണാടി വാങ്ങിക്കുന്നതാണ് നല്ലത്. അപ്പോൾ അതിനേക്കാളും അതല്ലേ നല്ലത്. അതിപ്പം 2 ദിവസത്തിനകത്ത് വെച്ചൊക്കെ അത് നടക്കും. അതുകൊണ്ടാണ് അല്ലാതെ ഫ്രെയിമും കാര്യമൊക്കെ മാറ്റിയിടാൻ പറ്റാത്തതുകൊണ്ടൊന്നല്ല. പക്ഷെ പുതിയ കണ്ണാടി വാങ്ങാം ഒന്നേന്ന് ടെസ്റ്റ് ചെയ്തിട്ട്. അപ്പോൾ ഈ നമ്മുടെ ഹോസ്പിറ്റലിൽ എല്ലാ ദിവസവും കാണത്തില്ല ഡോക്ടർ, ഇങ്ങനത്തെ കാര്യങ്ങളുണ്ടല്ലോ. അപ്പോൾ അതൊന്ന് ക്ലിയർ ചെയ്യണം. പിന്നെ എല്ലാവർക്കും സുഖമാണ്. രാവിലെ കാപ്പിയൊക്കെ കുടിച്ചല്ലേ? കാപ്പിയൊക്കെ കുടിക്കണം. ഇതൊന്ന് കഴിഞ്ഞ് കിട്ടിയാൽ അത്രയും നല്ലത്. എൻ്റെ തണുപ്പ് മാറി കേട്ടോ. എന്തായാലും ഭയങ്കര ചൂടായി ഇപ്പോഴത്തേക്ക്. ഇതിൻ്റെ മഞ്ഞയുടെ ഇല കുറേ ഉണങ്ങി കിടക്കുന്നതും ഉണ്ട്. വീട്ടുകാർക്ക് പേടിയാണ് ഞാനിങ്ങനെ ഇട്ട് തീയിടുന്നത്.
കാറ്റാണ് വിളയിൽ പടർന്നു പിടിക്കും എന്നൊക്കെ പറഞ്ഞ് അവർക്ക് പേടിയാ. ഇപ്പൊ തന്നെ ഉണ്ടല്ലേ ഇതിപ്പം ഇതില് മൊബൈലിൽ കാണുമ്പോ അല്ല നല്ല തീയത്ത്. മഞ്ഞയുടെ ഇല ഉണങ്ങി കിടക്കുന്നത് എല്ലാം. അടുത്ത വിളക്കാരൻ്റെ റബ്ബറിലെ ഇല, സ്വന്തം ആഞ്ഞിലിൻ്റെ ഇല, അടുത്ത വിളക്കാരൻ്റെ മുകളിലത്തെ ആഞ്ഞിലിൻ്റെ ഇല, ഇങ്ങനെയുള്ള എല്ലാം ഉണ്ട്. ഞാൻ പിന്നെ ഇവിടെ അതൊക്കെ നട്ടിട്ടിങ്ങനെ ഞവരെല്ലാം ഇങ്ങനെ കുറേ കരിമഞ്ഞൾ, ഇങ്ങനെ കസ്തൂരി മഞ്ഞൾ, ഇങ്ങനെ അല്ലാതായി മഞ്ഞ ഇങ്ങനെ കുറേ നട്ടിട്ടയ്ക്കുന്നത് കൊണ്ട് പിന്നെ ചവറ് വീണതിൻ്റെ ഇടയ്ക്ക് അതിനിടയ്ക്ക് കയറി അങ്ങനെ തൂക്കാൻ പറ്റത്തില്ല, അതില്ലാതായി ഇപ്പം വെള്ളം തളിച്ചു കൊടുക്കാനുള്ളൂ. ഇപ്പം അതെല്ലാം നശിപ്പിച്ച് കളഞ്ഞിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. അതുപോലെ മുറ്റത്തിപ്പം നല്ല ചവറ് നിറയുമല്ലേ, വെറിയായതുകൊണ്ടേ നന്നായിട്ട് ചവറ് നിറഞ്ഞോളൂ. ഇപ്പം ഇത് ചെയ്യുന്നേ 2 ദിവസം കഴിയുമ്പോഴത്തേക്ക് നന്നായിട്ട് നിറയും ചവറ്. കാറ്റേ നീ വീശരുതിപ്പോൾ, കാരേ നീ പിരിയരുതിപ്പോൾ, ആരോമൽ തോണിയിൽ എൻ്റെ ജീവനിരിപ്പു. ദൈവമേ, എത്ര പേര് ഓടി രക്ഷപ്പെടുമെന്നുള്ളത് അറിഞ്ഞില്ല. മര്യാദയ്ക്ക് തീയിടാതാ നല്ലത്. കാവുന്നാട്ടമ്പലത്തിൽ പാട്ടല്ലടിയെ കേൾക്കണത്, നേരം വെളുപ്പിന്റെ പെണ്ണെ കട്ടം നിലപ്പിക്ക്. പാലോം പാലും നല്ല നടപ്പാലം, അപ്പൻ്റെ കയ്യോ പിടിച്ച് നടക്കണ നേരം, ആയോരു പാലത്തിൻ്റെ പൊന്നോ എന്നൊരു വിളിയും കേട്ട്, പൊന്നോ എന്നൊരു വിളിയും കേട്ട്, എന്താണപ്പാ ഒരു വിളിയും കേട്ട്, എൻ്റെ അമ്മ വിളിക്കണോ ഒച്ച പോലെ, എൻ്റെ അമ്മ മണ്ണോട് മണ്ണായെന്ന് അപ്പൻ തന്നല്ലേ പറയാറ്. ആയ കഥയോർത്ത് കരയരുതോ പൊന്നോ, ആയ കഥ ഞാന് ചൊല്ലിത്തരാം. ആയ കഥയോർത്ത് കരയരുതോ പൊന്നോ, ആയ കഥ ഞാന് ചൊല്ലിത്തരാം. കാവുങ്ങാട്ടമ്പലത്തിൽ പാട്ടല്ലടിയെ കേൾക്കണത്, നേരം വേലത്തിലെ പെണ്ണെ കട്ടം തിളപ്പിക്ക്. പാലോം പാലോ നല്ല നടപ്പാലം, അപ്പൻ്റെ കയ്യോ പിടിച്ച് നടക്കണ നേരം, ആയോരു പാലത്തിൻ്റെ തൂണിൽ പൊന്നോ എന്നൊരു വിളിയും കേട്ട്, പൊന്നോ എന്നൊരു വിളിയും കേട്ട്, എന്താണപ്പാ ഒരു വിളിയും കേട്ട്, എൻ്റെ അമ്മ വിളിക്കണ ഒച്ച പോലെ,
എൻ്റമ്മ മണ്ണോടു മണ്ണായെന്ന് അപ്പൻ തന്നല്ലേ പറയാറ്. ആയ കാതയോർത്ത് കരയരുതോ പൊന്നോ, ആയ കാതനാണ് കൊല്ലിത്താരാ. അന്നൊരാറുടി മാസം കള്ളക്കർക്കടകം തിന്നാനും കുടിക്കാനും കാലം. അന്നൊരാറുടി മാസം കള്ളക്കർക്കടകം തിന്നാനും കുടിക്കാനോ ഇല്ലാത്ത കാലം. മഞ്ഞ് പെയ്യണം മരം കൊളിയിരണം മകരമാസപ്പെള്ളി മലയിറങ്ങി പുഴയിൽ കുഞ്ഞിനെങ്കിലെ കുയിലുറയിണ കതിര് വെക്കും കാറ്റ് കൂവളത്തിന് കണ്ണു പൊത്താൻ വാ കണ്ണൻ വന്നെത്തും നേരം. ഓക്കെ ബൈ. ബാക്കിയുടെ ചുടാനുണ്ട്, പക്ഷെ ഞാൻ വീഡിയോ ഇവിടെ വച്ച് മതിയാക്കാൻ വന്നു. ഓക്കെ, താങ്ക് യു. അടുത്ത വീഡിയോയിൽ അടുത്ത എപ്പിസോഡുമായി വീണ്ടും കാണും വരെയും ബൈ.